നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ അഴിച്ചുപണി വരുന്നു. UGCയും AICTEയും ഇല്ലാതാകുമെന്ന വാർത്ത. മോദി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുമ്പോൾ ഇഫ്ലുവിലെ അധ്യാപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ ഡോക്ടർ TT ശ്രീകുമാർ, CPM സംസ്ഥാന സമിതി അംഗം ഡോക്ടർ V ശിവദാസൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പ്രൊഫസറും സ്കൂൾ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ് ഡീനുമായ പ്രൊഫസർ ഡോക്ടർ ജയപ്രസാദ്. സ്വാഗതം എല്ലാവർക്കും. UGCയും AICTEയും ഇല്ലാതാകുന്നു. പകരം ഒറ്റ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്റർ നിലവിൽ വരുന്നു. ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ അതോറിറ്റി എന്നായേക്കാം പേര്. മാനവ വിഭവശേഷി വകുപ്പും നീതി ആയോഗും ചേർന്ന് പുതിയ സംവിധാനത്തിനുള്ള നിയമം നിർമ്മിക്കുന്ന തിരക്കിലാണ്. പ്രധാനമന്ത്രി മാർച്ച് ആദ്യവാരം വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷമാണ് തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് പുതിയ റെഗുലേറ്റർ ഉണ്ടാക്കുക. ഡോക്ടർ ജയപ്രസാദ്, എന്തായിരിക്കാം സർക്കാരിന് ഇപ്പോൾ ഈ സമയത്ത് അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? UGC പുനഃസംഘടിപ്പിക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു ആശയമല്ല. നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ച് 70 വർഷമായിട്ടും കൊളോണിയൽ പൈതൃകം അതേപടി പിന്തുടരുന്നൊരു വകുപ്പാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖല. കാരണം UGC എന്ന് പറയുന്നത് കൊളോണിയൽ സിസ്റ്റം കൊണ്ടുവന്നതാണ്. 70 വർഷത്തിന് ശേഷം ബ്രിട്ടൻ പോലും അത് പൊളിച്ചെഴുതിയിട്ട് നമ്മൾ പൊളിച്ചെഴുതില്ല. അതിൻ്റെ പ്രധാന കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയോ അല്ലെങ്കിൽ ചൈന, ജപ്പാനെ ഒഴിവാക്കിയിട്ട് തെക്കനേഷ്യൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആസിയാൻ രാജ്യങ്ങൾ, എന്തിനാണ് നമ്മുടെ ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സർവകലാശാലയുടെ അടുത്തുപോലും ചെല്ലാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, അന്തർദേശീയ തലത്തിലെ റാങ്കിങ്ങിൽ തന്നെ ഇപ്പോൾ 200-ൽ 1-2 നമുക്ക് വേണമെങ്കിൽ പറയാം. ശരി, ഈ തീരുമാനത്തിലൂടെ നമുക്ക് ഒരു പ്രതാപം തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ല, ഇത് അനിവാര്യമാണ്. ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ നിലവാരം താഴോട്ടാണ് പോകുന്നത്. അടിസ്ഥാനപരമായ കാരണം UGCയുടെ ഘടന തന്നെയാണ്. ഇപ്പോൾ UGCയുടെ തലപ്പത്ത് വരുന്ന മെമ്പറും ചെയർമാനും ആണെങ്കിൽ പോലും ഫലത്തിലൊരു ബ്യൂറോക്രാറ്റിക് ഫോറങ്ങളാണ്. ഇപ്പോൾ ഞാൻ കേന്ദ്ര സർവകലാശാലയുടെ 2 വർഷത്തിലധികം ഫിനാൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ UGCയിൽ കൂടുതൽ അകത്തോട്ട് പോയി നിന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫലത്തിൽ ഈ കമ്മിറ്റി അംഗങ്ങളോ ചെയർമാനോ യാതൊരു റോളുമില്ല. ബ്യൂറോക്രാറ്റിക് ലെവലിൽ കൊണ്ടുവരുന്ന സംവിധാനങ്ങളെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു റോള് മാത്രമാണ് UGCക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ UGC സംവിധാനം വിദ്യാഭ്യാസത്തിൻ്റെ ഫണ്ടിങ്ങിനപ്പുറം അല്ലെങ്കിൽ ചില റെഗുലേഷൻസ് കൊണ്ടുവരുന്ന ആ റെഗുലേഷൻസ് തന്നെ യൂണിഫോമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടില്ല. ഓരോ ഇപ്പോൾ സംസ്ഥാനങ്ങൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒഴിച്ച് മറ്റ് സർവകലാശാലകളൊന്നും UGCക്ക് നേരിട്ട് കൺട്രോളില്ല. ഇപ്പോൾ സംസ്ഥാനം, ഇപ്പോൾ കേരളം പോലെ, കേരളത്തിൽ ഏറ്റവും വൈകിയാണ് UGC സ്കെയിൽ മാത്രം നടപ്പാക്കിയിട്ട് UGC സ്കീമിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കേരളത്തിലെ ഇപ്പോൾ നാഷണൽ റാങ്കിങ്ങിൽ കേരളത്തിലെ സർവകലാശാലകളെല്ലാം പുറകിൽ പോകും. പുതിയ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ കോളേജുകളെ പിടിക്കാൻ ഉദ്ദേശിച്ചത്? ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരമില്ല. ഇത് പുതിയൊരു ആശയമല്ല, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആശയമല്ല. ഡോക്ടർ TT ശ്രീകുമാർ, ഒരു മേഖലയിൽ 2 തരം സ്ഥാപനങ്ങൾ, 2 തരം ഇടപെടലുകൾ, പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഓവർലാപ്പിംഗ്, അതിക്രമിച്ച് കടക്കൽ, ചില മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഈ UGC AICTEയും കൂടെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം ഒഴിവായി ഈ ആശയക്കുഴപ്പം ഇല്ലാതാവുകയും കാര്യക്ഷമത വരികയും ചെയ്യുന്ന ഒരു പുതിയ സംവിധാനത്തെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതല്ലേ? പഴയ ആശയമാണോ പുതിയ ആശയമാണോ എന്നുള്ളതല്ല ഇതിനകത്തെ പ്രശ്നം. ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അവർ ഏത് ആശയത്തിലാണ് സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ സാധ്യത കാണുന്നത് എന്നുള്ളതാണ് പ്രധാനം. വേറെ പല കാര്യങ്ങളും മറ്റ് മുൻ ഗവൺമെൻറ് ചെയ്തതുകൊണ്ട് ഈ ഗവൺമെൻറ് എടുക്കാത്തതുണ്ടാവും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യേണ്ടതില്ല എന്ന രീതിയിൽ ഈ ചർച്ച കൊണ്ടുപോകേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം ഈ ഗവൺമെൻറ് തുടക്കം മുതൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ സവിശേഷമായ ഒരു രാഷ്ട്രീയ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. സ്മൃതി ഇറാനിയെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ആക്കിയതെന്നുള്ളത് തന്നെ ഒരു സൂചകമാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ICSSR, ICHR പോലുള്ള സ്ഥാപനങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ആ സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, ഈ 3 വർഷത്തിനിടയിൽ ആ സ്ഥാപനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഓരോരോ സ്ഥാപനങ്ങളെയും പുനർക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഇടപെടലുകൾ പലതും ഈ കഴിഞ്ഞ 3 വർഷത്തെ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒട്ടും തന്നെ ഫലപ്രദമായിട്ടില്ല. അല്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് മാത്രമാണ് അത് പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആശങ്കയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, അല്ലാതെ ഒരു പൊളിച്ചെഴുത്ത് വേണ്ട എന്നല്ല. ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം എന്നുള്ളത് രാജ്യത്തെ ഫെഡറൽ സെക്ടറിനെ, എഡ്യൂക്കേഷൻ സെക്ടറിലെ ഫെഡറൽ സെക്ടറിനെ തകർക്കുക, യൂണിവേഴ്സിറ്റികൾക്ക് നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഓട്ടോണമിയെ ഇല്ലാതാക്കുക എന്നുള്ള 2 അടിസ്ഥാന കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ നടപടികളെല്ലാം കൊണ്ടുവന്നത്. UGC വേണ്ടതില്ല എന്നുള്ളത് അധികാരത്തിൽ വന്ന അന്ന് തന്നെ അവർ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് അന്ന് UGCക്ക് 32% ബജറ്റ് വെട്ടിക്കുറച്ചത്. UGCയെ വിമർശിക്കാം, പക്ഷേ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഈ 7 മെമ്പർ ബോഡി ഉണ്ടല്ലോ, NCHR വിഭാവനം ചെയ്ത്, അത് നിങ്ങൾ വിമർശിക്കുന്നില്ല.
രണ്ട്, നിങ്ങൾ പറഞ്ഞു റൂസയെക്കുറിച്ചുള്ള എന്താ സങ്കല്പം, 4 MHRDയിലെ 4 ഉദ്യോഗസ്ഥന്മാർക്ക് കയ്യിലെടുത്തു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ആകെ നിശ്ചയിക്കാനുള്ള അധികാരം MHRDയിലെ 4 ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിലേക്ക് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രമേൽ ഖേദകരമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് എന്താ, നമ്മുടെ ആസൂത്രണ കമ്മീഷനെ ഇല്ലാതാക്കുന്നു. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ എങ്ങനെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന് ശരിയായ നിലയിലുള്ള പ്രപ്പോസൽ മുന്നോട്ട് വെക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ മേഖലയല്ല, എല്ലാ മേഖലയിലും. അപ്പോൾ ആ ആസൂത്രണ കമ്മീഷനെ ഇല്ലാതാക്കുന്നു, നീതി ആയോഗ് വരുന്നു, സംസ്ഥാനങ്ങൾക്ക് അവരുടെ വിഹിതം വാങ്ങിയെടുക്കുന്നതിനും അവരുടെ യഥാവിധിയുള്ള റെപ്രസെൻറ്റേഷൻ മുന്നോട്ട് വെക്കുന്നതിനും കഴിയുന്ന സംവിധാനം ഇല്ലാതാവുന്നു. ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇതുവരെ എൻ്റെ അറിവിൽ ICHR ഒഴിച്ചുള്ള ഒരു ദേശീയ കമ്മിറ്റിയും ഇതുവരെ പുനഃസംഘടിപ്പിച്ചിട്ടില്ല. UGCയുടെ ചെയർമാൻ, UPയുടെ ചെയർമാൻ ജസ്റ്റ് പടിയിറങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വശത്ത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ, സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാകുന്നു. ആ സ്വകാര്യ സർവകലാശാലകളുടെ പ്രാമുഖ്യം കൂടുന്നതോടുകൂടി പൊതു മേഖലയിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, സർക്കാരിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റികളുടെ പ്രാധാന്യം കുറയുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യയും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന റെഗുലേറ്ററി അതോറിറ്റിക്കും ആ സ്വകാര്യ സ്ഥാപനങ്ങളെ ഏത് രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. ദുരൂഹമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഒരു വശത്ത്. ദുരൂഹമായിട്ടുള്ള കാര്യം വെച്ചാൽ എന്താണ് ഈ വരാൻ പോകുന്ന ഘടന എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഈ സന്ദർഭത്തിൽ കിട്ടുന്നില്ല. ഒരു റെഗുലേറ്ററി അതോറിറ്റി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതേസമയം തന്നെ ആ റെഗുലേറ്ററി അതോറിറ്റിയെ മുൻകൂർ റദ്ദ് ചെയ്യുന്ന പ്രവണതകൾ വിദ്യാഭ്യാസ രംഗത്ത് ഇതിനകം തന്നെ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ പെരുക്കം. ആ സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ പുറത്തു നിന്നുള്ള അധ്യാപകരെ നിയമിക്കാം. അവരുടെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ വ്യത്യസ്തമാണ്. ഫീസിൻ്റെ ഘടന വളരെ വ്യത്യസ്തമാണ്. കോഴ്സിൻ്റെ ഘടന വളരെ വ്യത്യസ്തമാണ്. ഇതൊന്നും UGCയുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ തന്നെയോ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള അതിൻ്റെ കരിക്കുലം പോലും വരുന്നത്. ശ്രീ ടി ശ്രീകുമാർ, നമ്മളിപ്പോൾ യശ്പാൽ കമ്മിറ്റി ഉണ്ടായിരുന്നു, ഈ പറയുന്ന നോളജ് കമ്മീഷൻ വന്നു, ധാരാളം സമയമുണ്ടായിരുന്നു. ഒന്നും ചെയ്യാതെ നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥ അങ്ങനെ തന്നെ തുടരാൻ വിട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നവർക്ക് ധാരാളം ചെയ്യാൻ സമയമുണ്ടായിരുന്നു. ഈ പറഞ്ഞ റിപ്പോർട്ടുകളിലൊന്നും തന്നെ UGC ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, AICT ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടില്ല, ഇത് ഒന്നുകൂടി എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞു ഈ ഘടന വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും ആ സമയം കൊടുത്തുകൂടെ ഒരു സർക്കാരിന്? ഇങ്ങനെ ഒരു റെഗുലേറ്ററി അതോറിറ്റി വരുമെന്ന് പറഞ്ഞാൽ ഈ ചരിത്രം മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് UGCയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ചർച്ചകൾ പോകുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതേസമയം തന്നെ ധാരാളം പരിമിതികളുണ്ട് UGCയെ സംബന്ധിച്ചോളം, AICTയെ സംബന്ധിച്ചോളം. അഴിമതി നടക്കുന്നതായിട്ട് ആരോപണങ്ങളുണ്ട് റെക്കഗ്നിഷൻ കൊടുക്കുന്നതിലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ. ഈ സമിതികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആക്ഷേപങ്ങളുണ്ട്. അതെല്ലാം പരിശോധിക്കേണ്ടതാണ്. അതൊക്കെ പരിശോധിക്കേണ്ടതും സർവ്വവ്യാപിയായിട്ടുള്ള ഒരു പരിഷ്കരണം കൊണ്ടുവരേണ്ടതുമാണ്. പക്ഷേ ഈ അർത്ഥത്തിലല്ല. ആ ജനാധിപത്യപരം എന്ന് പറയുന്ന ഉള്ളടക്കം ഈ പുതിയ നിയമത്തിനുണ്ടോ? അത് എത്രമാത്രം ഓട്ടോണമി കോളേജുകൾക്കും സർവകലാശാലകൾക്കും അനുവദിക്കാൻ പോകുന്നു? ഏത് തരത്തിലാണ് അതിൻ്റെ നിയന്ത്രണം ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്നത്? ഈ റെഗുലേറ്ററി അതോറിറ്റിക്ക് അത്രയ്ക്ക് അസാമാന്യമായ അധികാരങ്ങൾ കേന്ദ്രീകരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഈ ഘട്ടത്തിലല്ലാതെ പിന്നെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുക? ഇതെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞ് പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞിട്ടോ? തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുഴുവനും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ പറയുന്ന താല്പര്യം, ഇവിടെ സുഹൃത്തുക്കൾ പറയുന്നതിൽ ഒരു പ്രധാന കാര്യം രാഷ്ട്രീയ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരാൾ ജെഎൻയുവിൽ പഠിച്ച ഒരാളാണ്, ഒരാളിപ്പോൾ ഇഫ്ലുവിൽ വർക്ക് ചെയ്യുന്നുണ്ട്, HCU, ഇത്തരം കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ. അവിടത്തെ ക്വാളിറ്റി പറ്റി എന്താ അഭിപ്രായം? അവിടെ ക്വാളിറ്റി ഞാനത് പറയില്ല. കാരണം അവിടെ നിന്ന് ഇറങ്ങുന്ന ഔട്ട്പുട്ട് നോക്കണം. നിങ്ങൾ ഇന്ത്യയിൽ PhD പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 95% PhDയും പ്രസിദ്ധീകരിച്ചിട്ടില്ല, JNU ഉൾപ്പെടെ. ഞാനിവർ ചലഞ്ച് ചെയ്യാണ്. ഇവരെ കൂടെ പഠിച്ചതിന് ശേഷം ഞാനിതിൻ്റെ എല്ലാ കണക്കിൻ്റെ കൈവശം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. എല്ലാ കണക്കുകളും എൻ്റെ കൈവശമുണ്ട്. കേരള സർവകലാശാല പോലും 96% PhD തീസിസും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. കേരള സർവകലാശാല JNUവിലെ തീസിസ്, അതല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ, ഞാൻ ഇവാലുവേഷനിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന തരത്തിൽ എനിക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷേ നമ്മളൊരു സ്ഥാപനം നിലനിൽക്കാൻ നമുക്കറിയാം, ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ദേശീയ തലത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട്. ആ അഡ്വാൻറ്റേജിൽ കൂടെ വരുന്ന കുറച്ച് പേര് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പം JNUവിൽ പഠിച്ച 2 വിദ്യാർത്ഥികൾ പറയട്ടെ, JNUവിലെ PhD കേരള സർവകലാശാല PhDയെക്കാളും ഒരുപാട് മഹത്തരമാണെന്ന് എന്നോട് അവർക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ പോയിന്റിൽ ഒരു മറുപടി പറഞ്ഞിട്ട് പോകാം നമുക്ക്. തീർച്ചയായിട്ടും അല്ലേ, എനിക്ക് അത്ഭുതമാണ് ഇങ്ങനെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ PhD തീസിസുകൾ
എല്ലാ PhD തീസിസുകളും പുസ്തകമാകുക എന്ന് പറയുന്നത് ലോകത്ത് ഒരു സ്ഥലത്തും സംഭവിക്കുന്ന കാര്യമല്ല. ഒരു യൂണിവേഴ്സിറ്റിയിലും അത് കേംബ്രിഡ്ജിലും സംഭവിക്കുന്നില്ല, ഓക്സ്ഫോർഡിലും സംഭവിക്കുന്നില്ല. ഇല്ല, അല്ല, അത് മനസ്സിലാക്കേണ്ടത് പുസ്തകമായി വരുന്നില്ല എന്നുള്ളതാണ് ഈ ഉദ്ദേശിച്ചത്. പഠിതാവും ഗൈഡും 3 എക്സാമിനറും ഒഴിച്ചാൽ ഇന്ന് ഓപ്പൺ ഡിഫൻസ് ഉള്ളതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന 4-5 കുട്ടികൾ ഒഴിച്ചാൽ അവരാരും ഇതിനെ കുറിച്ച് അറിയുന്നില്ല. അതല്ലാതെ ലോകത്താരും ഈ PhD സബ്ജക്റ്റ് മാറുന്നില്ല. ഇതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം ഒരു കേന്ദ്ര സർവകലാശാല ഉദ്യോഗസ്ഥൻ അല്ല അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം വെച്ചാൽ അതല്ല ഗവേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവാരമില്ലാത്ത തീസിസ് ആണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഉണ്ട്. നിലവാരമില്ലാത്തത് തന്നെയാണ്. വലിയൊരു ശതമാനം ഈ പകർത്തി എഴുതുന്നത് വന്നുകൊണ്ടാണ് ഇപ്പോൾ പുതിയ നിയമങ്ങളും പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ വന്നിട്ടുണ്ട്, പുതിയ തീസിന് സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കേണ്ടി വരുന്നത്. പക്ഷെ ആ തരത്തിൽ നമ്മുടെ അത് ഇപ്പോൾ പല ഇന്ത്യയിലെ പല സർവകലാശാലകളെ പറ്റിയും ഉള്ള ഒരു ആരോപണമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളിങ്ങനെ ഐക്കണായിട്ട് മുമ്പ് കണ്ടുകൊണ്ടിരുന്ന സർവകലാശാലകളെ സംബന്ധിച്ചും ആ ആരോപണമുണ്ടോ? നമ്മൾ ഐക്കൺ എന്ന് പറയില്ല. കാരണം ഉദാഹരണത്തിന് കേരളത്തിലെ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കേരളത്തിൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും പുതിയ സർവകലാശാല പ്രൈവറ്റ് സർവകലാശാല അമൃതയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐക്കണിനെ സ്വപ്നം കൊണ്ടിട്ടിരിക്കേണ്ട. ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പൈസ കൊടുത്താൽ പോലും ഒരു പുസ്തകം ഇറക്കാം, നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്തൊരു പുസ്തകം ഇറക്കാം. പക്ഷേ അങ്ങനെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് എപ്പോഴും അങ്ങനെയുള്ള ജേർണലുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. പക്ഷേ അതിന് പോലും ഒരു പീർ റിവ്യൂ എന്ന് പറയുന്നൊരു പ്രോസസ് ഉണ്ട്. ഇത് അക്കാഡമിക്സിനെ പറ്റി ഒരു ധാരണയും ഇല്ലാത്ത ആളുകൾ കേട്ടാൽ വിശ്വസിക്കുന്ന രീതിയിലാണ് 30 വർഷത്തെ പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന അധ്യാപകൻ പറയുന്നത്. ഒരിക്കലും ശരിയല്ല. കാരണം ഈ അക്കാഡമിക് മേഖലയെ വഞ്ചിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ല, അനുഭവമല്ല. ഒരു നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യത്തെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയാണ്. നമ്മൾ രണ്ടുപേരും അധ്യാപകരാണ്, നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമാണ്. ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഏത് ജേണലാണെന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. UGC അംഗീകരിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ ഒഴുക്കൻ മട്ടി പറഞ്ഞു പോകരുത്. ഇതെല്ലാം ഏറ്റവും മഹത്തരമാണെന്നുള്ള രീതിയിലല്ല, പക്ഷേ അതിനുള്ള മഹാത്മ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. താങ്കൾ JNUവിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്ത ഒരാളാണ്. താങ്കൾക്കറിയാം, താങ്കളുടെ ചുറ്റുമുള്ള താങ്കളുടെ സുഹൃത്തുക്കളായ നമുക്കൊക്കെ അറിയാവുന്ന എത്ര പേരാണ് അവിടെ നിന്ന് കൃത്യമായി തീസിസ് സമർപ്പിച്ച് പോകുന്നത്? ഇപ്പോൾ സർക്കാർ കൈയൊഴിയുക എന്നുള്ളതാണ് പുതിയ നയം. അപ്പോൾ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. UGC അതിന്റെ ഫണ്ട് 32% കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും ഇപ്പോഴുള്ള വിദ്യാർത്ഥികളുടെ എണ്ണവും മാറ്റാണ്. 2, ഇതിനകത്ത് ചോദിക്കുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഹൈദരാബാദിലോ അല്ലെങ്കിൽ JNUവിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും പൊതു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി IFLUവിലോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പണം കൊടുത്താണ് തന്റെ PhD കരസ്ഥമാക്കിയത് എന്ന് ഇന്ന് വരെ ആക്ഷേപം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ പുതിയ സംവിധാനത്തിൽ ഉണ്ടാവുന്നു എന്നുള്ള മാത്രമല്ല, ഹിമാചൽ പ്രദേശിലെ ഒരു പഞ്ചായത്തിൽ 18 യൂണിവേഴ്സിറ്റിയാണ്. 18 യൂണിവേഴ്സിറ്റി ഒരു പഞ്ചായത്ത് പ്രവർത്തിക്കുകയാണ്. കേരളത്തിൽ ആകെ കൂടിയാലുള്ളത് 18 യൂണിവേഴ്സിറ്റി. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സംസ്കൃത യൂണിവേഴ്സിറ്റി, മലയാള യൂണിവേഴ്സിറ്റി എല്ലാം ചേർന്ന 18ആണ്. ഒരു പഞ്ചായത്തിലാണ് 18 യൂണിവേഴ്സിറ്റി. ഞാൻ ഒന്നുകൂടി പറയാം, തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്നത്, അവിടെ യൂണിവേഴ്സിറ്റിയുടെ പേരിലേക്ക് ഞാൻ മറ്റും കടന്നു പോകുന്നില്ല, ജയിലിൽ മദ്യക്കേസിൽ വാറ്റുചാരായ കേസിൽ ജയിലിൽ കിടന്നയാൾ സർവകലാശാലേൻ്റെ മുതലാളിയായിട്ട് എന്ന് വെച്ചാൽ പണം ഇറക്കുന്നയാളാണല്ലോ ചാൻസലർ. അപ്പോൾ പ്രവർത്തിക്കുകയാണ്. സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർക്ക് തന്നെ വിദ്യാഭ്യാസ യോഗ്യതയിലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റിയുടെയും തലപ്പത്തിരിക്കുന്ന ആളുകൾ, ഈ റാങ്ക് മുകളിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളുടെ ബയോഡാറ്റ നോക്ക്. ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ റിസർച്ച് തീസിസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല, മയിലിൻ്റെ കണ്ണീരിലൂടെയാണ് ഗർഭം ധരിക്കുക എന്ന് പറയുന്ന പുതിയ തീസിസുകൾ ഇവിടെ ജന്മമെടുക്കാനുള്ള സാധ്യതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള റെഗുലേറ്റർമാരുടെ ചുമതലയിലേക്ക് വരിക. അതുകൊണ്ടാണ് ICHRൻ്റെ തലപ്പത്ത് ഒരൊറ്റ തീസിസ് പോലും ഒരൊറ്റ ആർട്ടിക്കിൾ പോലും പ്രസിദ്ധീകരിക്കപ്പെടാത്ത ആളെ നിയമിച്ചത്. ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു സ്ട്രക്ചറിലും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറയുന്നത് അത് ഒന്നുകിൽ അദ്ദേഹം ആ മേഖലയെക്കുറിച്ച് ശ്രദ്ധിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും അത് പറയാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, കേരളത്തിലെ സർവകലാശാല, ഞാൻ കേരള സർവകലാശാലയിൽ പഠിച്ച ഒരാളാണ്. ഇന്ന് കേരളത്തിൽ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് കേരള സർവകലാശാലയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും അധ്യാപകർ അതാത് വിഷയങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന അറിയപ്പെടുന്ന, അന്ന് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും എഴുത്തുകാരാണ്. ഇന്ന് കേരളത്തിലെ സർവകലാശാലകളിൽ ഏത് സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റിലെ എത്ര അധ്യാപകരെ പൊതുസമൂഹത്തിനറിയാം? നമുക്കറിയാമായിരിക്കും, പൊതുസമൂഹത്തിനറിയില്ല. ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, ഞാൻ പഠിക്കുമ്പോൾ കാര്യവട്ടത്ത് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ മലയാളം പ്രൊഫസറും കേരളത്തിലെ സാധാരണക്കാരൻ
പൂശ്ശേരി രാമേന്ദ്രനെ പോലെയുള്ള ആളുകൾ, അതൊരു ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള പ്രൊഫസർമാർ വർക്ക് ചെയ്ത മുഴുവനും രാഷ്ട്രീയവൽക്കരിച്ചു. അല്ലല്ല, രാഷ്ട്രീയവൽക്കരിച്ചു. UGC റെഗുലേഷൻസ് ഇവിടെ ബാധകമല്ല. കേരളത്തിൽ ഇന്ന് പോലും UGC റെഗുലേഷൻ തരത്തിലുള്ള കേരള സർവകലാശാല സിൻഡിക്കേറ്റ് റൺ ചെയ്യുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരൻ കേരളത്തിലും സംഘടിത ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബോഡിയിലേക്കും കടന്നു വരാം. കേരളത്തിലെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ആദ്യ 3 ദിവസത്തിനുള്ളിൽ പല സർവകലാശാലയുടെയും സിൻഡിക്കേറ്റിനെ പൊളിച്ചെഴുതി. അതിലുള്ള എക്സ്പെർട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ചർച്ച അതാക്കാം. അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസുകളിൽ, അതായത് ഈ പറഞ്ഞ ഏതെങ്കിലും സമരം ചെയ്ത കേസുകളല്ല, അല്ലാതെയുള്ള കേസുകൾ അക്കാദമിക് രംഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ. എക്സാമ്പിൾ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ തന്നോളൂ. ഞാൻ താങ്കളാണ് ആൻസർ പറയാം. ഏത് വൈസ് ചാൻസലറെ കുറിച്ചാണ്? കണ്ണൂർ കോട്ടയം യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനെ കുറിച്ച് ഒന്നുകൂടെ പറയാമോ? അതിലും കൂടി പറയാം. ഒരു വൈസ് ചാൻസലറെ കുറിച്ച് ഇവർക്ക് പറയാൻ നിലവിലില്ല, സിൻഡിക്കേറ്റ് മെമ്പർമാരെ കുറിച്ചാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിശ്ചയിക്കപ്പെട്ട ഏത് സിൻഡിക്കേറ്റ് മെമ്പറെ കുറിച്ചാണ് ഇദ്ദേഹത്തിന് ആക്ഷേപം എന്ന് പറഞ്ഞാൽ, വ്യക്തിപരമായി ഓരോ ആളുകളെ കുറിച്ച് അറിയുന്നതുകൊണ്ട് കൃത്യമായി എനിക്ക് പറയാൻ പറ്റും. VPP മുസ്തഫയെ കുറിച്ചാണോ, അതോ M പ്രകാശൻ മാസ്റ്ററെ കുറിച്ചാണോ, അതോ അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിശാന്തിനെ കുറിച്ചാണോ? പ്രകാശ് മാഷ് രാഷ്ട്രീയക്കാരനല്ലോ. നിങ്ങൾക്ക് ഒരു MA ഉള്ളൂ, പ്രകാശ് മാഷിക്ക് 2 MA ഉണ്ട്. എക്കണോമിക്സിലുണ്ട്, പൊളിറ്റിക്സിലുണ്ട്. പ്രകാശ് മാഷിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഇനി ഞാൻ പറയാം. ഒരു ഇന്റർവ്യൂ ബോർഡിൽ രാഷ്ട്രീയക്കാരൻ ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? 40 വർഷമായി ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ പോയ 40 വർഷമായി പ്രകാശ് മാഷ് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. 40 വർഷമായി RSSന്റെ പ്രവർത്തകനായിരിക്കുന്ന ഇദ്ദേഹത്തിന് അധ്യാപകനായി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ RSS എന്ന് പറയുന്നത് മയില് ഇണ ചേർന്നത് കണ്ണീര് കൊണ്ടാണ്. അങ്ങനെ ഗർഭം ധരിക്കും എന്ന് പറയുന്ന ആൾക്ക് അധ്യാപകനായി പ്രവർത്തിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദാഹരണം പറഞ്ഞ RSSന്റെ പരിപാടികളിലെ നിരന്തര സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ ഈ ജസ്റ്റിസ് മഹേന്ദ്ര ചന്ദ്ര ശർമ്മ, നേരത്തെ അദ്ദേഹം RSSലൂടെ വളർന്ന ആളാണത്രേ. ഇനി അദ്ദേഹത്തിന് ഇവരെ ഏത് പോസ്റ്റാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് കാണാം. മഹേന്ദ്ര ചന്ദ്ര ശർമ്മയുടെ ആ പൊളിറ്റിക്സിനോട് വിയോജിപ്പില്ലാത്തവർ ഒരാളും RSSകാരൊന്നും മഹേന്ദ്ര ചന്ദ്ര ശർമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല. ഇന്ത്യ രാജ്യത്തിൽ ഒരാളും ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. പ്രകാശൻ മാഷ വ്യക്തിപരമായിട്ടാണ്, അത്രയെങ്കിലും നല്ല കാര്യം.